ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഉച്ചയൂണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 2 കെട്ട് ഉലുവയില അഥവാ മേത്തി ലീവ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കിള്ളിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ തണ്ട് എടുക്കില്ല കേട്ടോ, ഇതിൻ്റെ ഇലകൾ മാത്രം നമുക്കൊന്ന് ഉള്ളിയെടുക്കാം. അതുപോലെ കേടുള്ള ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഈ ഇലയെല്ലാം നുള്ളിയെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം വാലാനായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഏത് കറി വെക്കുമ്പോഴും അത് വെജ് ആയിക്കോട്ടെ അഥവാ നോൺ വെജ് ആയിക്കോട്ടെ, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു നാടൻ രുചിയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ചതച്ചെടുത്ത ചുവന്നുള്ളി അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരും എരിവിനൊക്കെ അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉലുവയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം 2-3 ട്രിപ്പായിട്ടാണ് ഉലുവയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ വലിയ പാന എടുക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഈ ഉലുവയില മുഴുവനായിട്ട് ചേർത്താൽ മതിയാവും. പക്ഷേ എങ്ങനെ വന്നാലും നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ ഒരുപാട് കുറഞ്ഞു വരും കേട്ടോ. അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ വീണ്ടും 2-3 ട്രിപ്പായിട്ട് ബാക്കിയുള്ള ഉലുവയില മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഉലുവയില മുഴുവനായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഉലുവയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവയില തോരനോട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടി ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് കുത്തി പൊരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.